ഹായ്, പുതിയൊരു സെഷനിലോട്ട് സ്വാഗതം. ഓക്കെ, 15 മിനിറ്റിൻ്റെ സെഷനാണ് നോർമലി നമ്മൾ ചെയ്യാറ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആക്ച്വലി ഇതിപ്പോൾ എൻ്റെ ഇന്നത്തെ 4th സെഷനാണ്, അതായത് ഫൈനൽ സെഷൻ ഓഫ് ദി ഡേ, ഈവനിങ് ആയി. അപ്പോൾ ഇത് ഇന്ന് ആക്ച്വലി പ്രോഫിറ്റിലാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, ഉള്ള പ്രോഫിറ്റ് കളയാണ്ടിരിക്കുക. അങ്ങനെ പറയാൻ കാരണം, ഈ സമയത്തൊക്കെ റിവഞ്ച് ഫൈനൽ സെഷനിൽ ആക്റ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് മൈൻഡിൽ. അതായത് കുറച്ച് ലോസ് വന്നു കഴിയുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഇന്നത്തെ പ്രോഫിറ്റ് മൊത്തം പോയി എന്നുള്ള രീതിയിൽ ഇത് റിവഞ്ച് ആക്റ്റീവ് ആവാം മൈൻഡിൽ. അത് കോമൺ ആണ്. അത് ഇടയ്ക്ക് എനിക്ക് സംഭവിക്കാറുള്ളതാണ്. എനിക്കെന്നല്ല, നോർമലി ഉള്ള ട്രേഡേഴ്സിന് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് മാർക്ക് ചെയ്തേക്കാം. ശ്രദ്ധിക്കൂ, ഫോക്കസ്. ഒരു സപ്പോർട്ട് ഉണ്ടാവുക. ഓൾറെഡി ഇവിടുത്തെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തല്ലേ. ഇനിയിപ്പോൾ റെസിസ്റ്റൻസ് ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ബെറ്റർ ക്ലോസിങ് വെക്കാം. അവിടേക്ക് വന്നിരുന്നു. അവിടെ ഒരു ഇൻവെർട്ടർ ഹാമർ വന്നു. അപ്പോൾ ഇനി കറണ്ട് ക്യാൻഡിൽ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ലെടുക്കാം. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, സെല്ലെടുക്കാമെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. വേറെ ഒന്നുമില്ല, ഇവിടുത്തെ മൂവിങ് ആവറേജ് ലൈനുണ്ട്, അതൊക്കെ ബ്രേക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ അപ്പ് ട്രെൻഡായി മുകളിലോട്ട് പോകാമെന്ന് അർത്ഥം. അത്യാവശ്യം നല്ല ഷുവർ ഷോട്ട് എൻട്രി എടുത്താൽ മതി. മുകളിലോട്ട് പോയില്ല. മൊബൈലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് മാറ്റി മാറ്റി നോക്കണം. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് നേരത്തെയുള്ള റെസിസ്റ്റൻസ് തന്നെയാണ് അത്. പിന്നെ ആക്ച്വലി ഇത് അപ്പ് ട്രെൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം ചെറുതായിട്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ള ഏറ്റവും ടോപ്പ് പോയിരിക്കുന്നതാണ്. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. മെയിൻ സപ്പോർട്ടാണത്. ഓക്കെ, ഇതിന് മുന്നേ 1-2 തവണ ടച്ച് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ വരക്കാം, നമുക്ക് ഇവിടെ വരക്കാം സപ്പോർട്ട്. ഓൾറെഡി ബ്രേക്ക് ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവിടെ എൻട്രി കഴിഞ്ഞാൽ പണികൾ. ചൂടെടുക്കണം. ഞാൻ ഫാൻ ഇട്ടിട്ടൊക്കെ ട്രേഡ് ചെയ്യും, പക്ഷേ ഇപ്പോൾ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഫാൻ ഓൺ ആയി കഴിഞ്ഞാൽ ഭയങ്കര നോയ്സ് ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. റെസിസ്റ്റൻസിലോട്ട് പോയില്ല, പൊട്ടി. ഈ സപ്പോർട്ട് എടുത്തല്ലോ വീണ്ടും. ഇവിടെ ആക്ച്വലി ആണെങ്കിൽ സെല്ല് ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ട്. കുറേ നേരമായിട്ട് ഈ ഭാഗത്തല്ലേ കാണിച്ചത്. റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, കുറേ സമയമായിട്ട് ഈ ഭാഗത്താണ്. അപ്പോൾ അത് എന്താണ് ഇവിടെ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല നമുക്ക്. ഇവിടെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് എടുത്ത് മേലോട്ട് പോകാം. ഷുവർ ഷോട്ടൊന്നും അല്ല, റിസ്ക് അത് മാറ്റി വിട്ടേക്കാം. ഇവിടെ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടോ? നോ.
ചാറിട്ടൊക്കെ നോക്കാമല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ പെയറുകളിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നാലാണ് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. മെയിനായിട്ട് നമ്മൾ 1 മിനിറ്റിൻ്റെ ട്രേഡൊക്കെ എടുക്കുന്നത്. അപ്പം എനിക്കിതിപ്പോൾ പ്രാക്ടീസായി ഇങ്ങനെ മാറ്റി മാറ്റി. ആറ് മിനിറ്റായി. നമ്മൾ ടൈമർ ഓണാക്കാൻ മറന്നുപോയാൽ. ഓക്കെ, റെസിസ്റ്റൻസ് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഇതാണ് ആ ട്രെൻഡ് ലൈൻ ഓൾറെഡി ബ്രേക്ക് ചെയ്തു. ഞാനത് എടുത്തു. ഇവിടെ വേറൊന്നുമില്ല. ഇത്തിരി റിസ്ക്കിയാണ് എടുക്കാൻ. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. ഈ റിസ്ക്കിയാണെന്ന് പറഞ്ഞോളൂ. ഞാനത് എടുക്കാൻ കാരണം അത് മേലോട്ട് പോകണമെങ്കിൽ നേരത്തെ പോകുമായിരുന്നു, പക്ഷെ പോയില്ല, താഴേക്ക് വന്നു. അതുകൊണ്ട് ഞാൻ എടുത്തത്. ഓക്കെ, വിട്ടേക്ക്. നമ്മളുടെ ഡിസിഷൻ കറക്റ്റായിരുന്നു, എടുക്കണ്ടെന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ പോയി കളിച്ചാൽ പണി കിട്ടും. വേണ്ട, സപ്പോർട്ട് എടുത്തത് നമ്മളെ ട്രാപ്പിൽ പോയി പെട്ടു ഗൈസ്. എനിക്കറിയായിരുന്നു. ഓക്കെ, ഇനി ഇമോഷൻ കൈവിട്ട് പോകാതെ നോക്കുക. അത് ലോസ് ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. റിസ്ക് കേട്ടോ, അത് എടുക്കണ്ടേ. മേളിൽ വന്നു കഴിഞ്ഞാണെങ്കിൽ സെല് ചെയ്യാം. ഇവിടെ അനാലിസിസ് വേണ്ട, അത് കറക്റ്റാണ്. ഇതാട്ടോ INR ആട്ടോ, ഇന്ത്യൻ റുപ്പി. പ്രത്യേകിച്ച് ലാസ്റ്റ് സെഷൻ ആയതുകൊണ്ടേ. എനിക്കിപ്പോൾ ആക്ച്വലി ഇവിടെ ട്രേഡ് എടുക്കണമെന്നൊക്കെ ഉണ്ട്, ഇങ്ങനെ മൈൻഡിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര സീനാണത്. ഇങ്ങനത്തെ ആ ഒരു റിവഞ്ച് തോട്ട്, അല്ലെങ്കിൽ വീണ്ടും അതിലെടുത്താൽ ശരിയാവും, സെറ്റാവും എന്നൊക്കെ ഉള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പെയർ ഉപയോഗിച്ചോളാം, അല്ലെങ്കിൽ അപ്പോൾ ഒരു ബ്രേക്ക് എടുത്തോളാം. അതൊട്ടും റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇവിടെ, അത് ബ്രേക്ക് ചെയ്യണം. പക്ഷെ ഇത് ഡൗൺ ട്രെൻഡായിരുന്നു. ഡൗൺ ട്രെൻഡിൽ ഈ സപ്പോർട്ടിലേക്ക് വരണം, അവിടേക്ക് വന്നിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അത് ഫേക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്കിംഗ് ആയിരിക്കാം. ഇവിടെ ആക്ച്വലി എനിക്ക് സെല് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ പെയർ ആക്ച്വലി ഡൗൺ ട്രെൻഡിലാണ്, അപ്പോൾ താഴേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എടുക്കുന്നില്ല.
ഇവിടെ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച റെസിസ്റ്റൻസ് ഇതാണ്. അവിടേക്ക് വരാത്തതുകൊണ്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. ഇവിടെ താഴേക്ക് വരാൻ ഇവിടെ താഴേക്ക് വരാൻ ചാൻസൊക്കെ ഉണ്ട്, പക്ഷേ 50-50 ബ്രേക്ക് ചെയ്യണം. നമ്മൾ രണ്ടും കൽപ്പിച്ച് മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തു. ബാറ്ററി ലോ. കണ്ടോ, സ്ഥിരം പറ്റുന്ന പരിപാടി തന്നെ ഇവിടെ പറ്റി. നമ്മൾ വീണ്ടും ആ ട്രാപ്പിൽ വീണു ഗൈസ്. നമ്മളുടെ 5 ട്രേഡ് ഇവിടെ ലോസായി. റിവഞ്ച് ആക്റ്റീവ് ആയതാണ് കേട്ടോ. ഞാൻ പലപ്പോഴും ലോസ് ആവാറുള്ള ഇങ്ങനെയാണ്. ഓൾറെഡി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഇതിന് മുന്നത്തെ പെയറിൽ നമ്മൾ ചേസ് ചെയ്തു, ലോസ് വന്നിട്ടും അതിൻ്റെ അനാലിസിസ് അറിയാമായിരുന്നിട്ടും നമ്മൾ വീണ്ടും അവിടെ തന്നെ എൻട്രി ചെയ്ത് നമ്മളുടെ മൈൻഡിൽ റിവഞ്ച് ആക്റ്റീവ് ആക്കി. അപ്പോൾ ഇങ്ങനെ റിവഞ്ച് ആക്റ്റീവ് ആകുമ്പോഴാണ് ഇതുപോലെ വോൾ മണി കയ്യിലുള്ള ഫുൾ എമൗണ്ട് ഒരു പെയറിൽ കൊണ്ടുപോയിട്ടിട്ട് ട്രേഡ് എടുക്കാറ്. ഇത് ഓക്കെ, ആ ട്രെയിനിലെയും ബ്രേക്ക് ചെയ്യുമെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നാലും കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് ഇട്ട് ട്രേഡ് എടുക്കാൻ പാടില്ല. ഇതിപ്പോൾ എനിക്ക് പൈസ കിട്ടി. ആക്ച്വലി $25 എന്നുള്ളത് $48 എനിക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. 25 ഒരു $23 എനിക്ക് വിഡ്രോ ചെയ്യാം. ദാറ്റ്സ് ഗുഡ്. പക്ഷേ നമ്മുടെ റൂള് ബ്രേക്ക് ചെയ്തു. അപ്പോൾ റൂൾ ബ്രേക്ക് ചെയ്തിട്ട് ഫണ്ട് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല, അത് എപ്പോൾ ആണെങ്കിലും പോവാം. പിന്നെ ഇത് ഫാസ്റ്റ് മണിയാണ്, പെട്ടെന്നല്ല കിട്ടിയത്. അത് ആക്ച്വലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ പതുക്കെ ചെയ്ത് നമ്മുടെ അനാലിസിസൊക്കെ കറക്റ്റ് ചെയ്ത് 1 എൻട്രി 2 എൻട്രി മാക്സിമം 3 or 4 എൻട്രി തന്നെ, എന്നിട്ട് ലോസ് വന്നു കഴിഞ്ഞാൽ പെയർ ചേഞ്ച്, ടേക്ക് ബ്രേക്ക്, അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലോസൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ നല്ല എൻട്രീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ മേ ബി ഇടയ്ക്കൊക്കെ ഒരു 10 എൻട്രിയൊക്കെ ഒറ്റയടിക്ക് 10 ട്രേഡൊക്കെ ഒറ്റ മൾട്ടിപ്പിൾ ട്രേഡിലൊക്കെ നമുക്ക് എടുത്ത് പ്രോഫിറ്റിലോട്ട് ബൗൺസ് ബാക്ക് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. ഇതുപോലെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാനതിടക്ക് ഇതിൽ കൂടി കടന്നു പോകുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അക്കൗണ്ടിൽ, അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഞാൻ ഇട്ടേക്കുന്നത് $25 അതെൻ്റെ ഡെയിലി ലോസ് ലിമിറ്റാണ്. അത് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അന്ന് ട്രേഡ് ചെയ്യില്ല.
ദെൻ നെക്സ്റ്റ് ഡേ വീണ്ടും $25 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് റീസ്റ്റാർട്ട്. ഞാൻ ഈ മാസം എൻ്റെ ഡെയിലി ലോസ് ലിമിറ്റ് സെറ്റ് ചെയ്തേക്കുന്ന 25 ആണ്. ഓക്കെ, പിന്നെ ഇതിലിപ്പോൾ ഇതൊക്കെ നമുക്ക് ലക്ക് ഫാക്ടർ നമ്മളുടെ സൈഡിൽ വർക്ക് ചെയ്തു. ബിക്കോസ് ഓഫ് വി നോ ഹൗ ടു അനലൈസ് എ പെയർ. ഓക്കെ, ഒരു പെയർ അനലൈസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഉള്ളൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. അപ്പോൾ ഒരു 50-50 ചാൻസാണ്. അത് ചാൻസ് കണ്ടപ്പോൾ എടുത്തു അത്രയുള്ളൂ. ഓക്കെ, എനിവേ അടുത്ത സെഷനിൽ കാണാം. ബൈ.